നമുക്കറിയാം, കഴിഞ്ഞ 30 ദിവസമായി നടക്കുന്ന യാത്ര ഇന്നലെ സമാപിച്ചു. സമാപന സമ്മേളനം നാളെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളന ഉദ്ഘാടനം മാത്രമല്ല, കേരളത്തിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ലോഞ്ചിങ് കൂടിയാണ് നാളെ, അതിൻ്റെ തുടക്കം കൂടിയാണ് നാളെ ശ്രീ രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് എല്ലാ UDF പ്രവർത്തകരും UDF നേതാക്കളും ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഈ യാത്രയിൽ കിട്ടിയത് വലിയ പ്രതികരണമാണ്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ വലിയ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ ജനക്കൂട്ടങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായത്. പല സ്ഥലത്തും ഞങ്ങൾ വലിയ വ്യത്യാസത്തിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റ കണ്ണൂരിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ പോലും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും ഒഴുകിയെത്തിയത്. അതിൽ ചെറുപ്പക്കാരുടെയും വനിതകളുടെയും ഒരു ടേൺ ഔട്ട് വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഞങ്ങൾ 25% മാത്രമാണ് രാഷ്ട്രീയം പറഞ്ഞത്. 75% സമയവും ഞാനും ജാഥാ അംഗങ്ങളും ഭാവി കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. എവിടെയെല്ലാമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടത്, അവിടെയെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ ബദൽ നിർദ്ദേശങ്ങളും സമഗ്രമായ പരിപാടികളുണ്ട്. ഞങ്ങൾ കൃത്യമായ ഗ്രഹപാഠം ചെയ്ത് ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലത്തും കേരളത്തെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എന്നുള്ളൊരു വാക്കാണ് ഈ ജാഥയിൽ ഉടനീളം ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. അത് കൃത്യമായ പദ്ധതികളും പരിപാടികളുമാണ്, വെറും പ്രഖ്യാപനങ്ങളായിരുന്നില്ല. പഠിച്ച് തയ്യാറാക്കിയ വിദഗ്ധരായ ആളുകളുടെ കൂടി സഹായത്തോടുകൂടി തയ്യാറാക്കിയ നിരവധി പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും ഞങ്ങൾ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ധാരാളം പരിപാടികളാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരോഗ്യരേഖയും വിദ്യാഭ്യാസ രേഖയും അവതരിപ്പിച്ചു. ഇനിയും വളരെ പ്രധാനമായ പ്രഖ്യാപനങ്ങൾ നാളത്തെ സമാപന സമ്മേളനത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഈ സർക്കാരിനോടുള്ള ജനരോഷം വളരെ വ്യക്തമായി പ്രതിഫലിക്കപ്പെട്ട ഒരു ജാഥ കൂടിയാണിത്. പ്രതീക്ഷയോടുകൂടിയാണ് അതേസമയം UDFനെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഹൃദയത്തിലേറ്റി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പ്രയത്നം ഞങ്ങൾ ചെയ്യും. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ UDF ഇതിനെ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും. അല്ല, ആദ്യത്തെ ഉദ്ഘാടനത്തിൻ്റെ കാര്യം പറയുന്നത്, എത്രാമത്തെ ഉദ്ഘാടനമാണ് നടത്തിയത്? ആദ്യം മുഖ്യമന്ത്രി പോയി സർവേ ഉദ്ഘാടനം, രണ്ടാമത് നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം, 3 പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. ഇനി എന്തൊക്കെയാണ് ഉദ്ഘാടനം നടത്താൻ പോകുന്നത്? തെരഞ്ഞെടുപ്പായിട്ട് വ്യാപകമായി പരസ്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന വെറുതെയുള്ള ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാണല്ലോ നേരത്തെ. ഇപ്പം എന്തിനാ പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി പോകുന്നത്? അത് ആ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികൾ ചെയ്താൽ പോരെ, മുഖ്യമന്ത്രി അല്ലല്ലോ പാറ പൊട്ടിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിലൊരു വലിയ തമാശയാണ്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക സ്വാഭാവികമാണ്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം അത് ഗവൺമെൻറ്റിന് എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഇത് ചെയ്തത് പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച നാണമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ ഈ 3 ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട്? ഇനി രണ്ടാമത്, ഞങ്ങളന്ന് പറഞ്ഞത് അന്ന് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഇല്ലാതെ ഈ പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. അതൊന്നും ചെയ്യാതെയാണ് അന്ന് സർവേ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, വയനാട് പോലത്തെ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്ത് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ തുരങ്കം ഉണ്ടാക്കാൻ സമ്മതിക്കാമോ? അതാണ് ഇപ്പോഴും എടുത്ത് എൻ്റെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ച ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, മീഡിയയോട്. അതിലൊരു ഭാഗം മാത്രമാണ് പറയുന്നത്, ആദ്യത്തെ ഭാഗം പറയുന്നില്ല. സർവേ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി വേണം. വയനാട് ഇങ്ങോട്ട് പോകുന്നതാണ്ട, ഒരു കൊല്ലം മുമ്പ് ഇങ്ങോട്ട് പോകുന്നില്ലേ മോളിൽ നിന്ന്? അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സാണ്. അപ്പോൾ അത് പാരിസ്ഥിതിക പഠനം, ആഘാത പഠനം നടത്താതെ ഈ പണിക്ക് പോരെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് വികസന വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നത് ആദ്യം CPM പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ വ്യാപകമായി. അല്ല പറഞ്ഞു എന്താണ്? അല്ല, ഈ ചോദ്യം പറയുക അല്ലല്ല, അതിപ്പോൾ ഒരു നിർമ്മാണ ഗവൺമെൻറ്റുകൾ തുടർച്ചയല്ലേ. ഞങ്ങളൊന്നുകൂടി പഠിക്കും, അതുകൊണ്ട് വേറെ വല്ല ദോഷങ്ങളുണ്ടാകുന്ന നോക്കും. അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ്റുകളും തുടർച്ചയല്ലേ. ആ തുടർച്ചയായിട്ട് ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമല്ലേ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ LDF ഗവൺമെൻറ് ഒരു പാലം പണിത് പകുതിയാക്കി വെച്ചു, ഞങ്ങളിനി ബാക്കി LDF തുടങ്ങി വെച്ചാണ് ഞങ്ങൾ ആ പാലം പണി പൂർത്തിയാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഗവൺമെൻറ് പറ്റുമോ? ഇപ്പോൾ ഇവർ പ്രഖ്യാപിക്കുന്ന 5 ലക്ഷം വീടുകൾ ലൈഫ് 10 കൊല്ലം കൊണ്ടാണ് പണിതെന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പോൾ ഇവർ സമന്വയിപ്പിച്ച ഈ 5 സ്കീമിലും കൂടി 5 കൊല്ലം കൊണ്ട് 4,43,000 വീടാണ് പണിത്.
4,40,000 വീട്. അത് ഇപ്പോൾ ഇവരുടെ ഈ 5 ലക്ഷം 10 കൊല്ലത്തെയാണ്. മറ്റത് 5 കൊല്ലം കൊണ്ട് 4,40,000 വീട് പണിതപ്പോൾ ഇവർ 10 കൊല്ലം കൊണ്ട് 5 ലക്ഷം വീട് പണിതെന്ന് പറയണം. ഈ 5 ലക്ഷം വീട്ടിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച വീടുകൾ പൂർത്തിയാക്കിയത് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയത് ശരിക്കും ഒരു 10 കൊല്ലം എടുത്തു. അതുകൂടി അറിയണമല്ലോ, ജനങ്ങൾ അറിയണമല്ലോ, അതറിയണം. ഇനിയിപ്പോൾ പറയും നാളെ ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ. ഇത് മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ മറുപടിയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും CPM നേതാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ അസംബ്ലിയിൽ വായിച്ചാണിത് സംഭവം. അപ്പോൾ നിങ്ങൾ കേട്ടോ, 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പണിതത്രം വീടുകൾ മാത്രമാണ് ഇവർ 10 കൊല്ലം കൊണ്ട് പണിത്.